ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വർക്കിംഗ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വർക്ക് ചെയ്യണമെന്ന് ഡയഗ്രാമിലോട്ട് പോയി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡാമിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യണ എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഒരു റിസർവോയർ ഉണ്ട്. ഈ റിസർവോയറിന് ചുറ്റുമാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നുള്ള വെള്ളം ഫ്ലോ ചെയ്യിച്ച് ഒരു ടർബൈനെ കറക്കിക്കും. ഈ ടർബൈനുമായിട്ട് ഒരു ജനറേറ്റർ കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പിൾ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ടർബൈൻ കറക്കുന്ന അതേ സമയത്ത് തന്നെ ജനറേറ്റർ കറങ്ങും. ജനറേറ്റർ കറങ്ങുന്ന സമയത്ത് എന്ത് പ്രൊഡ്യൂസ് ആവും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ഈ ഇലക്ട്രിസിറ്റിയെ നമ്മളൊരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷം ഗ്രിഡിലോട്ട് വിടും. അതായത് നമ്മൾ റിസർവോയറിൽ നിന്ന് വെള്ളം നേരെ ഫ്ലോ ചെയ്യിച്ച് ഒരു ടർബൈൻ കറക്കുകയും ടർബൈനിലുമായിട്ട് ഒരു ജനറേറ്റർ കപ്പിൾ ചെയ്തിട്ടുണ്ട്. കപ്പിൾ ചെയ്ത ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വഴി സ്റ്റെപ്പ് ചെയ്ത് നാഷണൽ ഗ്രിഡിലോട്ട് വിടും. ഇനി അടുത്ത് ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 4 ടൈപ്പ് എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആക്കും, കൈനറ്റിക് എനർജിയെ പിന്നെ മെക്കാനിക്കൽ എനർജി ആക്കും, അതിനുശേഷം മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കും. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിലാണ് പൊട്ടൻഷ്യൽ എനർജി ഇരിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ ഇതുവഴി ഫ്ലോ ചെയ്യിക്കുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഈ കൈനറ്റിക് എനർജി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടർബൈനിനെ കറക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ടർബൈനിനെ കറക്കുമ്പം അവിടെ ഈ ടർബൈനിന് കിട്ടുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. അപ്പോൾ മെക്കാനിക്കൽ എനർജി വഴി നമ്മൾ ടർബൈൻ കറക്കുമ്പോൾ ഈ കപ്പിൾ ചെയ്തിരിക്കുന്ന ജനറേറ്ററിൽ എന്ത് പ്രൊഡ്യൂസ് ആവും? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ആവും. അതാണ് ഇതിൻ്റെ എനർജി കൺവേർഷൻ. അതായത് പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആക്കും, കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആക്കും, അത് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കും. ഇനി അടുത്തതായി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റിസർവോയർ, പിന്നെ ഡാം, അത് കഴിഞ്ഞ് വരുന്നത് പ്രഷർ ടണൽ, സർജ് ടാങ്ക്, വാൾവ് ഹൗസ്, പെൻസ്റ്റോക്ക്, പവർ ഹൗസ്, ടെയിൽ റൈസ്. ഇനി നമുക്ക് അടുത്ത് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് റിസർവോയർ. റിസർവോയർ എന്ന് പറഞ്ഞാൽ the reservoir stores water which is the primary source of potential energy for the hydroelectric power plant. അതായത് റിസർവോയറിലാണ് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. The water level is maintained to ensure a consistent supply for power generation. അതിലുള്ള റിസർവോയറിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പവർ ജനറേഷന് വേണ്ടിയിട്ട്. അടുത്ത് പറഞ്ഞത് ഡാം. The dam is constructed to hold back the water and create a height difference to generate energy. അപ്പോൾ ഡാം എന്ന് പറയുന്നത് ഈ റിസർവോയറിന് ചുറ്റുമാണ് കെട്ടുന്നത്. അപ്പോൾ അത് എന്തിനാണ് കെട്ടുന്നത് വെച്ചാൽ ആ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഒരു തടയായിട്ടാണ് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യണതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഹൈറ്റ് ഡിഫറൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ റിസർവോയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂട്ടും. ഇറ്റ് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് വാട്ടർ റിലീസ്ഡ് ഇൻ ടു സിസ്റ്റം. അടുത്തതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോയെ, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യിക്കും. അടുത്ത് വരുന്നത് പ്രഷർ ടണൽ. പ്രഷർ ടണൽ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ ടണൽ ക്യാരീസ് വാട്ടർ ഫ്രം റിസർവോയർ ത്രൂ ദ ഡാം ടു ദ സർജ് ടാങ്ക്. പ്രഷർ ടണലിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റിസർവോയറിൽ ഇരിക്കുന്ന വെള്ളം ഡാം വഴി സർജ് ടാങ്കിൽ എത്തിക്കുന്ന
ഇതാണ് പ്രഷർ ടണലിൻ്റെ ഫങ്ഷൻ. ഇറ്റ് ഈസ് ഡിസൈൻ ടു ഹാൻഡിൽ ഹൈ പ്രഷർ വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് എഫിഷ്യൻ്റ്ലി. അപ്പം പ്രഷർ ടണൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കണതെന്ന് വെച്ചാൽ ഹൈ പ്രഷർ വാട്ടറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രഷർ ടണൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഷർ ടണലിൻ്റെ ഫങ്ഷൻ എന്തോന്നാണ്, റിസർവോയറിലിരിക്കുന്ന വെള്ളത്തിനെ ഡാം വഴി സർജ് ടാങ്കിൽ എത്തിക്കുന്നതാണ് പ്രഷർ ടണലിൻ്റെ ഫങ്ഷൻ. സോ അടുത്തെന്ന് പറയുന്നത് സർജ് ടാങ്കും പിന്നെ വാൾവ് ഹൗസും പിന്നെ പെൻ സ്റ്റോക്ക്. ഫസ്റ്റ് നമുക്ക് പെൻ സ്റ്റോക്ക് എന്താണെന്ന് പഠിച്ചതിന് ശേഷം വാൾവ് ഹൗസും സർജ് ടാങ്കും നോക്കാം. പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ദ പെൻ സ്റ്റോക്ക് ഈസ് ഡീപ്ലി ഇൻക്ലൈൻഡ് പൈപ്പ് ദാറ്റ് ക്യാരീസ് വാട്ടർ ഫ്രം വാൾവ് ഹൗസ് ടു പവർ ഹൗസ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ ആൻഡ് എൻഷ്യൂർ എ സ്മൂത്ത് ഫ്ലോ ഓഫ് വാട്ടർ. അതായത് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് വാൾവ് ഹൗസിൽ നിന്ന് പവർ ഹൗസിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ഇൻക്ലൈൻഡ് പൈപ്പിനെയാണ് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ പോയി നോക്കാം. ഇതാണ് നമ്മുടെ വാൾ ഹൗസ്. ഈ വാൾ ഹൗസിൽ നിന്ന് പവർ ഹൗസിലോട്ട് വാട്ടർ കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഡാമിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തിനെ ഹൈ പ്രഷറിൽ പവർ ഹൗസിലോട്ട് എത്തിക്കണം. ഇപ്പം ഉദാഹരണത്തിന് ഈ പെൻ സ്റ്റോക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരുന്നതെങ്കിൽ, ഒരു മിനിറ്റ് ഇതൊന്ന് മാറ്റിയിട്ട്, ഉദാഹരണത്തിന് ഈ പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് വാൾവ് ഹൗസിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് പെൻ സ്റ്റോക്ക് ഇരിക്കുകയാണെന്ന് വെച്ചോ. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് പവർ ഹൗസിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹൈ പ്രഷറിന് വേണ്ടിയിട്ടാണ് പെൻ സ്റ്റോക്ക് ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തിന് നമ്മളിവിടെ വാൾവ് ഹൗസിൽ കൊണ്ടുവന്നതിന് ശേഷം പെൻ സ്റ്റോക്ക് വഴി എന്തെത്തിക്കും, പവർ ഹൗസിലെത്തിക്കും. അപ്പം ഈ ഒരു ഇൻക്ലിനേഷൻ കാരണം നമുക്ക് കുറച്ചുകൂടി പ്രഷർ കൂടുതൽ കിട്ടും. വാൾവ് ഹൗസ് എന്ന് പറഞ്ഞാൽ പെൻ സ്റ്റോക്ക് വഴി പോകുന്ന വെള്ളത്തിൻ്റെ പ്രഷർ നിയന്ത്രിക്കലാണ് എന്തെന്ന് വാൾവ് ഹൗസിൻ്റെ പണി. ഇനി അടുത്ത് വരുന്ന സർജ് ടാങ്ക്. സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം പെൻ സ്റ്റോക്ക് വഴി, ഇപ്പം ഇവിടെ സർജ് ടാങ്ക് ഇല്ലെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്തെന്ന് ചെയ്യും, വെള്ളം ഇതുവഴി പമ്പ് ചെയ്ത് നേരെ വന്നിട്ട് വാൾവ് ഹൗസ് വരും. വാൾവ് ഹൗസിൽ നിന്ന് നേരെ എന്തോന്ന് പെൻ സ്റ്റോക്ക് വഴിയാവും. സപ്പോസ് ഇവിടെ എങ്ങാനും ഒരു പ്രഷർ ഡിഫറൻസ് പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സർജ് ടാങ്ക് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പെൻ സ്റ്റോക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തോന്ന് സർജ് ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് സർജ് ടാങ്ക് ഉള്ള കണ്ടീഷൻ നോക്കാം. സർജ് ടാങ്ക് ഉള്ള കണ്ടീഷനിൽ വെള്ളം വരെ, അതായത് ഇവിടെ നിന്ന് വെള്ളം വന്ന് പ്രഷർ ടണൽ വഴി കയറി വാൾവ് ഹൗസിൽ എത്തി, പെൻ സ്റ്റോക്കിൽ കയറിയപ്പോൾ പെട്ടെന്നൊരു പ്രഷർ ഡിഫറൻസ് വന്നു. അപ്പം നമുക്ക് എന്ത് പറ്റും, ഈ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം നേരെ തിരിച്ച് ചെന്ന് ഈ സർജ് ടാങ്കിൽ സ്റ്റോർ ആവാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു മാൽ ഫങ്ഷൻ ഇല്ലാതാക്കാൻ പറ്റും. അടുത്ത് വരുന്നത് പവർ ഹൗസ്. പവർ ഹൗസിലാണ് ടർബൈനും ജനറേറ്ററും ഇരിക്കുന്നത്. അപ്പോൾ ഈ പെൻ സ്റ്റോക്ക് വഴി വരുന്ന വെള്ളത്തിനെ ഉപയോഗിച്ച് നമ്മളിവിടെ ഇരിക്കുന്ന ടർബൈനിനെ കറക്കാൻ ഉപയോഗിക്കും. ഈ കറങ്ങണ സമയത്ത് ഈ ടർബൈനിനെ എന്തോന്നുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്, ഒരു ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ടർബൈൻ കറങ്ങണതിനനുസരിച്ച് ജനറേറ്ററും കറങ്ങും. ജനറേറ്റർ കറങ്ങണതിനനുസരിച്ച് എന്തോന്ന് പ്രൊഡ്യൂസ് ആവും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ടാണ് അതിനെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. അടുത്ത് പറയുന്നത് ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ബാക്കി വരുന്ന വെള്ളം പോകുന്ന സ്ഥലമാണ് ടെയിൽ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമുക്ക് ഇവിടെയുള്ള മെയിൻ പാർട്ട് എന്ന് പറയുന്നത് റിസർവോയർ, ഡാം, സർജ് ടാങ്ക്, വാൽവ് ഹൗസ്, പെൻ സ്റ്റോക്ക്, പവർ ഹൗസ്, ടെയിൽ റേസ്, പ്രഷർ ടണൽ. റിസർവോയറിലാണ് വെള്ളം, അതായത് ജലസംഭരണിയാണ് റിസർവോയർ എന്ന് പറയുന്നത്. ഈ റിസർവോയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രഷർ ടണലുണ്ട്. ഈ പ്രഷർ ടണൽ വഴിയാണ് റിസർവോയറിൽ നിന്ന് ഡാം വഴി വെള്ളം പോകുന്നത്. ഈ വെള്ളം നേരെ ചെന്ന് നമ്മൾ വാൽവ് ഹൗസിൽ കയറും. വാൽവ് ഹൗസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പെൻ സ്റ്റോക്കിലോട്ടുള്ള പ്രഷർ നിയന്ത്രിക്കലാണ് വാൽവ് ഹൗസിൻ്റെ മെയിൻ ഫങ്ഷൻ. അടുത്ത്
ഈ അങ്ങനെ വാൽവ് ഹൗസിൽ നിന്ന് നേരെ പെൻസ്റ്റോക്കിൽ കയറും. പെൻസ്റ്റോക്കിൽ കയറുന്ന എന്ന് പറഞ്ഞാൽ പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യാൻ കണക്കിനുള്ള ഒരു പൈപ്പാണ് എന്തോന്ന് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ പെൻസ്റ്റോക്കിൽ നിന്ന് നേരെ പവർ ഹൗസിൽ ചെല്ലും. പവർ ഹൗസിൽ ഒരു ടർബൈൻ ഉണ്ട്. ടർബൈൻ ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ടർബൈൻ കറങ്ങുന്നതിനനുസരിച്ച് ജനറേറ്ററും കറങ്ങി നമുക്ക് അവിടെ എന്തോന്ന് പ്രൊഡ്യൂസ് ആവും, ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ അതിൽ മിച്ചം വരുന്ന വെള്ളം പോകുന്നതാണ് ഈ ടെയിൽ റൈസ് എന്ന് പറയുന്നത്. സെർജ് ടാങ്കിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ പെൻ സ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ടാങ്കാണ് സെർജ് ടാങ്ക്. അതായത് ഇപ്പം പെൻ സ്റ്റോക്കിൽ പ്രഷർ ഡിഫറൻസ് വരുന്ന സമയത്ത് ഇവിടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ തിരിച്ചല്ല, ഇങ്ങോട്ട് വെള്ളം വരാതെ ഈ സെർജ് ടാങ്കിൽ ചെന്ന് സ്റ്റോർ ആവും. അതിന് വേണ്ടിയിട്ടാണ് സെർജ് ടാങ്ക് വെച്ചിരിക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ സെർജ് ടാങ്കിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതാണ് വാൽവ് ഹൗസിൻ്റെ അകത്തുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസംസ്. ഇതാണ് പെൻ സ്റ്റോക്ക്, ഇൻക്ലൈൻഡ് പെൻ സ്റ്റോക്ക് ഡാമിലുള്ള. ഇതുവഴിയാണ് ഹൈ പ്രഷറിൽ വെള്ളം ഇവിടെ ഇരിക്കുന്ന പവർ ഹൗസിൽ ചെന്നിട്ട് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് ഹൈ പ്രഷറിലാണ് വർക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അടുത്ത് പറയുന്നത് പവർ ഹൗസ്. പവർ ഹൗസിൻ്റെ അകത്തുള്ള ജനറേറ്ററാണ് ഈ കാണുന്നത്. അതായത് ടർബൈൻ കറങ്ങിയിട്ട് ഈ ജനറേറ്റർ കറങ്ങി എന്ത് പ്രൊഡ്യൂസ് ആവും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. പിന്നെ ഈ വരുന്നത് ടെയിൽ റേസ്, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളത്തിനെ തിരിച്ചൊഴുക്കി വിടുന്ന സ്ഥലമാണ് ടെയിൽ റേസ്.